എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 43-ാം ദശകത്തിലെ 5-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. രോദോപകർണനവശാദുപഗമ്യഗേഹം ക്രന്ദൽ സുനന്ദമുഖഗോപകുലേഷു ദീന ത്വാം ദാനവസ്ത്വഖിലമുക്തികരം മുമുക്ഷുസ്ത്വയ്യപ്രമുഞ്ജതി പപാദവിയത്. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. രോദോപകർണനവശാത്, ഉറക്കെ കരയുന്നത് കേട്ടിട്ട്. ഉപഗമ്യഗേഹം, ഗൃഹത്തിലേക്ക് വന്നു. ആര്? നന്ദമുഖ ഗോപകുലേഷു, നന്ദഗോപരും ഗോപബാലന്മാരും ഗോപസ്ത്രീകളുമെല്ലാം. ക്രന്ദൽസു, എല്ലാവരും കൂടി കരയാൻ തുടങ്ങി. ത്വാം, അങ്ങയെ. ദീന ദാനവ തു, ക്ഷീണിച്ചു തളർന്ന ആ ദാനവൻ, അതായത് തൃണാവർത്തനാകട്ടെ. അഖിലമുക്തികരം, എല്ലാവർക്കും മുക്തി നൽകുന്ന. മുമുക്ഷു ത്വയി അപ്രമുഞ്ജതി, മുമുക്ഷു എന്നാൽ മുക്തി നൽകാൻ ആഗ്രഹിച്ച്. ത്വയി അപ്രമുഞ്ജതി, അങ്ങ് മുക്തി നൽകുന്നില്ലെന്ന് വന്നപ്പോൾ. പപാത വിയത് പ്രദേശാത്, ആകാശത്തു നിന്നും താഴെ പതിച്ചു. ഇവിടെ മുമുക്ഷു എന്ന് പറയുമ്പോൾ നമ്മൾ മുക്തി നൽകുന്നു എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ മുക്തി നൽകൽ എന്ന് പറഞ്ഞാൽ മോക്ഷം കൊടുക്കൽ എന്നും കയ്യിൽ നിന്നു വിടൽ എന്നും അർത്ഥമുണ്ട്. സാധാരണ ഭഗവാനാണ് എല്ലാവർക്കും മോക്ഷം നൽകുക. അങ്ങനെയുള്ള ഭഗവാനെ എടുത്തുകൊണ്ടാണ് തൃണാവർത്തൻ ഉയർന്നു പറന്നത്. ആർക്ക് മോക്ഷം കൊടുക്കാൻ? ഭഗവാന് മോക്ഷം കൊടുത്ത് ഈ ലോകത്ത് നിന്നും പറഞ്ഞയക്കാൻ. പക്ഷേ ഭഗവാനുണ്ടോ വിടണു? ഭഗവാൻ അവനെ കഴുത്തിൽ മുറുകെ പിടിച്ചു. ഭഗവാന്റെ ഭാരം കൂടി കൂടി വന്നു എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞില്ലേ? അതുപോലെ ഭാരം കൂടി വന്നപ്പോൾ ഭഗവാനെ താങ്ങിപ്പിടിക്കാൻ കഴിയാതായി ആ തൃണാവർത്തന്. അവസാനം ഗത്യന്തരമില്ലാതെ തൃണാവർത്തൻ ഭഗവാനോടുകൂടി ആകാശത്തു നിന്നും താഴത്തേക്ക് വീണു. ഇങ്ങനെയാണ് ഈ വരികളിലെ അർത്ഥം വച്ചിരിക്കുന്നത്. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? കഴിഞ്ഞ ശ്ലോകത്തിൽ യശോദാമ്മ ഉറക്കെ കരഞ്ഞു എന്ന് പറഞ്ഞില്ലേ? ഈ രോദനം കേട്ട് അവരുടെ ഗൃഹത്തിലെത്തിയ നന്ദൻ മുതലായ ഗോപന്മാരും ഗോപസ്ത്രീകളും ദുഃഖഭാരത്താൽ ഉറക്കെ നിലവിളിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് അഖില ലോകത്തിനും മുക്തിദായകനായ അങ്ങയെ തൃണാവർത്തൻ മോചിപ്പിക്കാൻ ആഗ്രഹിച്ചുവെങ്കിലും അവനെ വിടാതായ അങ്ങയുടെ ഭാരത്താൽ അവൻ ക്ഷീണിച്ചവശനായി. അങ്ങനെ ആകാശമണ്ഡലത്തിൽ നിന്നും 2 പേരും കൂടി താഴെ വീണു. ഹരേ കൃഷ്ണ.